വെള്ളാപ്പള്ളി നടേശൻ പ്രതിയായ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസുകളിൽ തുടർ നടപടി അനിശ്ചിതമായി വൈകുന്നു. 21 കേസുകളിൽ 1.5 വർഷം മുൻപ് വിജിലൻസ് അന്വേഷണം പൂർത്തിയാക്കിയെങ്കിലും കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. മറ്റുള്ള കേസുകളിൽ അന്വേഷണം വേഗത്തിലാക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശവും അവഗണിക്കപ്പെട്ടു. കേസ് നിലനിൽക്കുന്നതിനാൽ സമുദായ അംഗങ്ങൾക്ക് സർക്കാർ ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെട്ട അവസ്ഥയാണ്. അന്ന് ഇദ്ദേഹത്തിനെതിരെ 124 കേസിന് എഫ്ഐആർ ഇട്ടിരുന്നു. ഈ എഫ്ഐആർ ഇട്ട കേസുകളിൽ 21 കേസിൻ്റെ റിപ്പോർട്ട് കൊടുത്തിരുന്നു. ഏതായാലും ഈ 21 കേസുകൾ ഇപ്പോൾ അന്വേഷിച്ച് കോടതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ, ഇനി നീട്ടിവെക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ രാജിവെക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങയുടെ മുൻഗാമിയായ പോളിറ്റ് ബ്യൂറോ മെമ്പറായ അച്യുതാനന്ദൻ സാർ കൊടുത്ത കേസിൽ എന്തുകൊണ്ട് അത് കോടതിയിൽ കൊടുക്കാൻ സഹായിക്കുന്നില്ല? സിജോ വർഗീസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിജോ, ഈ വിഷയത്തിൽ വിജിലൻസിന്റെ അന്വേഷണം 1.5 വർഷം മുമ്പ് തന്നെ പൂർത്തിയായതാണ്. പക്ഷെ ഒരു കുറ്റപത്രം പോലും നിലവിൽ സമർപ്പിച്ചിട്ടില്ല. എന്തുകൊണ്ട് ഇങ്ങനെ ചേർത്ത് നിർത്തുന്നു? അമൃത, 2016 VS നൽകിയ ഒരു പരാതിയുടെ പേരിലാണ് ഈ വിജിലൻസ് ഈ കേസ് എടുത്തിരിക്കുന്നത്. എൻ്റെ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 100ലധികം കേസുകളാണ് വെള്ളാപ്പള്ളി നടേശനെതിരെ എടുത്തിരിക്കുന്നത്. ഇതിൽ 21 കേസുകളുടെ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർക്ക് സമർപ്പിച്ചിട്ടും അതിൽ കുറ്റപത്രം സമർപ്പിക്കാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു പരാതിയായി വരികയും ചെയ്യുന്നത്. പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്ന് 15,85,00,000 രൂപ തുച്ഛമായ പലിശയ്ക്ക് എടുത്ത് അത് സംഘങ്ങൾ രൂപീകരിച്ച് SNDP കീഴിൽ സംഘങ്ങൾ രൂപീകരിച്ച് അത് ഉയർന്ന പലിശയ്ക്ക് മറിച്ചു നൽകി എന്നുള്ളതാണ് പ്രധാനമായും വെള്ളാപ്പള്ളി നടേശനെതിരെ ഉയർന്നിരിക്കുന്ന ഒരു ആരോപണം. ഈ കേസിൽ സംസ്ഥാനത്തിൽ വിവിധ ഭാഗങ്ങളായി അതിൻ്റെ 100ലധികം കേസുകൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ 21 കേസുകളിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർക്ക് സമർപ്പിച്ചിട്ടും അത് കുറ്റപത്രം കോടതിയിൽ നൽകാൻ അതിനുള്ള നടപടികൾ വൈകിപ്പിക്കുന്നു എന്നാണ് പ്രധാനമായി ഉയർന്നിരിക്കുന്ന ഒരു പരാതി. ഈ കാര്യത്തിൽ വെള്ളാപ്പള്ളി നടേശനെ പ്രത്യക്ഷമായി പല കാര്യങ്ങളിലും എതിർക്കുന്നുണ്ടെങ്കിൽ പോലും ഈ SNDP സംരക്ഷണ സമിതി ഈ കേസിൽ കക്ഷി ചേരുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ അവർ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, SNDPയുടെ അല്ലെങ്കിൽ ഈ ട്രസ്റ്റിന്റെ ഒരു ചട്ടപ്രകാരം, ബൈലോ പ്രകാരം ഈ ഏതെങ്കിലും കേസിൽ ഒരാൾ അകപ്പെട്ടാൽ അതിൽ കുറ്റവിമുക്തനാകുന്നതിനും വരെ ഈ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് മാറി നിൽക്കണം എന്നതാണ് ചട്ടം. ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചാൽ ഒരുപക്ഷെ വെള്ളാപ്പള്ളി നടേശന് SNDPയുടെ അമരത്ത് നിന്ന് മാറേണ്ടി വരും, സ്ഥാനം ഒഴിയേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ടാകും. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഈ വെള്ളാപ്പള്ളി നടേശനെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാർ സ്വീകരിക്കുന്നത് എന്നാണ് പ്രധാനമായിട്ടും ഇവർ ഉന്നയിക്കുന്ന ഒരു ആരോപണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസ് നിലനിൽക്കുന്ന സാഹചര്യം ആയതുകൊണ്ട് തന്നെ SNDPയിലെ സമുദായാംഗങ്ങൾക്ക് ലഭിക്കുന്ന ആ സർക്കാർ ആനുകൂല്യങ്ങൾ കഴിഞ്ഞ 8 വർഷമായി ലഭിക്കുന്നില്ല. സർക്കാർ സഹായം നിഷേധിച്ച ഒരു സാഹചര്യം നിലവിലുണ്ട്. കേസിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത്തരത്തിലൊരു സഹായം ലഭിക്കാനുള്ള സാധ്യതയില്ല. അതേസമയം തന്നെ ഈ പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്നടക്കം മറ്റ് സമുദായങ്ങളിലുള്ളവർ കോടിക്കണക്കിന് രൂപ വാങ്ങുമ്പോൾ SNDPക്ക് കഴിഞ്ഞ 8 വർഷത്തിനിടെ ലഭിച്ചത് തുച്ഛമായ തുക അല്ലെങ്കിൽ വട്ടപൂജ്യമാണ് എന്നാണ് പ്രധാനമായും ഇവർ പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഇവർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ SNDPയുടെ അമരത്ത് നിന്ന് വെള്ളാപ്പള്ളി നടേശനെ ഒഴിവാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് ഈ കാലയളവ് വരെ ഈ നടപടികൾ വൈകിപ്പിച്ചത്. അതിന് തുടർച്ച എന്നവണ്ണമാണ് ഇപ്പോൾ ഈ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നടപടികളും വൈകിപ്പിക്കുന്നത് എന്നുള്ള ആരോപണമാണ് ഈ SNDP സംരക്ഷണ സമിതി പ്രധാനമായും ഉന്നയിക്കുകയും ചെയ്യുന്നത്. മറ്റൊരു കാര്യം, ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ ഇതിനിടയിൽ മാറ്റണമെന്ന ഒരു ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ആ കാര്യത്തിന് ഹൈക്കോടതി തടയിടുകയും ചെയ്തു. നിലവിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. എന്തായാലും 21 കേസുകൾക്ക് പുറമെ മറ്റുള്ള കേസുകളിലും എത്രയും വേഗം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണം, കുറ്റപത്രം നൽകണം, ഈ നടപടികൾ പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം ഹൈക്കോടതി നൽകുകയും ചെയ്തതാണ്. പക്ഷേ ആ കാര്യങ്ങളെല്ലാം തന്നെ അവഗണിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു ആരോപണമായി ഉയരുകയും ചെയ്തിരിക്കുന്നത്.